കഥ കഥ കസ്തൂരി, ബിംബഭാഷയുടെ മഹാഭാരതം 196 അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ കഥ പറയുന്ന ഈ ഒരു പരിപാടി നമുക്ക് അടുത്ത ഒരു 3-4 അധ്യായം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. മഹാഭാരതം ഒറ്റ നോട്ടത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിൽ. മനുഷ്യരുടെ പ്രയത്നമാണോ അതോ വിധിയാണോ കൂടുതൽ കരുത്തുള്ളത്? ഏതാണ് ജീവിതത്തെ നിർണയിക്കുന്നത്? വിധിയെ പ്രയത്നം കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് പിന്നീട് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നത്. മരണം കാത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ ശരശയിൽ മരണം കാത്ത് കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് പുതുതായി അധികാരം ഏറ്റിരിക്കുന്ന കിരീടാവകാശി ആയിരിക്കുന്ന യുധിഷ്ഠിരൻ രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് മറുപടി പറയുന്ന തരത്തിലാണ് ഭീഷ്മർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഭീഷ്മരുടെ ഈ മറുപടിയിലൂടെ, ശാന്തിപർവ്വത്തിലും അനുശാസന പർവ്വത്തിലും ഭീഷ്മർ നടത്തുന്ന ഈ മറുപടിയിലൂടെ, അതിനുശേഷം വേദവ്യാസൻ നൽകുന്ന ഉപദേശത്തിലൂടെയൊക്കെ അക്കാലത്ത് മഹാഭാരതത്തിന്റെ ഇതിലേക്ക് കൂടിച്ച്, മഹാഭാരതം ഉണ്ടായ കാലത്തല്ല, ഒരുപക്ഷെ AD 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ ഒക്കെ തന്നെ വന്നിരിക്കുന്ന പല പല കൃതികളും, ഉദാഹരണത്തിന് മനുപർവം, മനുവിന്റെ ശാസനം പോലെയുള്ള, അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം പോലെയുള്ള കുറേ കൃതികളെ കുറിച്ച്, അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, വിധി അത്ര പ്രധാനപ്പെട്ടതാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രയത്നമാണോ പ്രധാനപ്പെട്ടത്? വിധിയെ മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. വസിഷ്ഠനും ബ്രഹ്മാവും തമ്മിൽ പണ്ട് നടന്ന ഒരു സംവാദമാണ് ഭീഷ്മരുടെ മറുപടിയായിട്ട് ഉദ്ധരിക്കുന്നത്. മനുഷ്യരുടെ ഈ ജന്മത്തിലെ കർമ്മമാണോ അതോ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമായി ആർജിക്കുന്ന വിധിയാണോ കൂടുതൽ ശക്തമെന്ന് വസിഷ്ഠൻ ഒരിക്കൽ ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മമാണ് പ്രസക്തമെങ്കിൽ ഈ ലോകത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്താൽ നല്ല ഫലം ഉണ്ടാവും. നേരെ മറിച്ച് കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തിയാണ് ഈ ജന്മത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല, വിധി അനുസരിച്ചാണ് വരുന്നത് എന്നർത്ഥം. ഇതിലേതാണ് പ്രസക്തം, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ശക്തമാണ് ചോദിക്കുന്നത്. ന ബീജം ജായതേ കിഞ്ചൻ ന ബീജേന വിനാഫലം ബീജാത് ബീജം പ്രഭാവതി ബീജാത് ഏവ ഫലം സമൃദ്ധം. ബീജം ഇല്ലാതെ, അല്ലെങ്കിൽ വിത്തില്ലാതെ ഒന്നും വളരുന്നില്ല. ബീജമില്ലാതെ ഒരു ഫലവും ഉണ്ടാവുകയില്ല. ബീജത്തിൽ നിന്നാണ് വീണ്ടും ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ബീജത്തിൽ നിന്ന് ഫലവും ഉണ്ടാകുന്നു. ബീജം മോശമായാൽ അതിൽ നിന്ന് വളരുന്ന ചെടിയും മോശമായിരിക്കും. കർഷകൻ കൃഷിയിടത്തിൽ വിതയ്ക്കുന്ന വിത്തിനനുസരിച്ച് സുകൃതമോ ദുഷ്കൃതമോ ആയ ഫലങ്ങൾ അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. യാദൃശം ഭവതേ ബീജം ക്ഷേത്രം ആസാദ്യ കർഷക സുഹൃതേ ദുഷ്കൃതേവാപി താദൃശം ലഭതേ ഫലം. കൃഷിയിടത്തിൽ ഏതു തരത്തിലുള്ള വിത്താണോ അയാൾ വിതയ്ക്കുന്നത് അതിനനുസരിച്ച് ചീത്ത ഫലമോ നല്ല ഫലമോ അയാൾക്ക് ലഭിക്കും. മധുരഫലങ്ങൾ ഉണ്ടാകുന്ന വിത്താണ് അയാൾ വിതച്ചതെങ്കിൽ അത് ചെടി വളർന്നു വരുന്ന സമയത്ത് അതിൽ മധുരഫലങ്ങൾ ഉണ്ടാവും. കാഞ്ഞിരത്തിന്റെ വിത്താണ് കുഴിച്ചിട്ടെങ്കിൽ അത് വളർന്നു വരുന്ന സമയത്ത് കാഞ്ഞിരമാണ് ഉണ്ടാവുക. അത് ഏതു പ്രകാരത്തിലാണോ ഒരു വിത്തും വിതയ്ക്കാതിരുന്നാൽ കൂട്ടിയൊരുക്കിയ കേദാരം പോലും ഒന്നും മുളയ്ക്കാതെ നിഷ്ഫലമാകുന്നത്, അതേ പ്രകാരം തന്നെ മനുഷ്യരുടെ പ്രയത്നം അഥവാ കർമ്മമില്ലെങ്കിൽ ഒരു വിധിയും പ്രാവർത്തികമാവുകയില്ല. ഒരാളുടെ കർമ്മം അഥവാ പ്രവൃത്തി എന്നത് കേദാരത്തിലെ മണ്ണും അയാളുടെ പൂർവജന്മങ്ങളിലെ കർമ്മഫലം അഥവാ ആർജിത സംസ്കാരം എന്നത് അതിൽ വിതയ്ക്കുന്ന വിത്തും ആണ് എന്നാണ് വസിഷ്ഠന് ബ്രഹ്മാവ് കൊടുക്കുന്ന മറുപടിയായിട്ട് പറയുന്നത്. ക്ഷേത്രം അഥവാ കൃഷിസ്ഥലവും ബീജവും തമ്മിലുള്ള സംയോഗത്തിൽ നിന്നാണ് സസ്യസമൃദ്ധി ഉണ്ടാകുന്നത്. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ നല്ല ഫലം കൊയ്യുന്നതും പ്രവർത്തിക്കാതിരിക്കുകയോ ദുഷ്പ്രവൃത്തികൾ തുടരുകയോ ചെയ്യുന്നവർ ചീത്ത ഫലം ഭുജിക്കുന്നതും നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഭീഷ്മർ പറയുന്നത് ബ്രഹ്മാവ് പറഞ്ഞ മറുപടിയായിട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ്. ദുഷ്പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ
ക്ഷതേ ക്ഷാരാവസേചനം, മുറിവിൽ ക്ഷാരം പുരട്ടുമ്പോൾ വ്രണം കൂടുതൽ വലുതാകുന്നത് പോലെ എന്ന ഉദാഹരണമാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഒരു ആയുർവേദ വിദ്യ അനുസരിച്ചുള്ള ഉദാഹരണമാണ് പറയുന്നതർത്ഥം. യഥാ ബീജം വിനാ ക്ഷേത്രമുത്പം ഭവതി നിഷ്ഫലം തഥാ പുരുഷകാരേണ വിനാ ദൈവം ന സിദ്ധ്യതി. ക്ഷേത്രം പുരുഷകാരിസ്തു ദൈവം ബീജം ഉദാഹൃതം ക്ഷേത്രബീജ സമായോഗ തഥ സസ്യ സമൃദ്ധത. ക്ഷേത്രബീജ സമായോഗത്തിൽ നിന്നാണ് ക്ഷേത്രവും ബീജവും തമ്മിലുള്ള സമയോഗം. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രവും പ്രധാനമാണ്, ബീജവും പ്രധാനമാണ് എന്നൊരു നിലപാടാണ് ബ്രഹ്മാവ് ഇവിടെ പറയുന്നത്. പ്രവർത്തിക്കാൻ വിമുഖത കാണിക്കുന്നവർക്ക് വിധിയുടെ സഹായത്താൽ മാത്രം ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ സ്ഥിരോത്സാഹിയും കർമ്മം ചെയ്യുന്നതിൽ വ്യാപൃതനുമാണെങ്കിൽ വിധി അഥവാ ഈശ്വര നിശ്ചയം അയാൾക്ക് എതിരാണെങ്കിൽ പോലും അത്രയ്ക്കും ഭയക്കാനില്ല എന്നാണ് ബ്രഹ്മാവ് പറയുന്ന മറുപടി. മറിച്ച് പ്രയത്നിക്കാൻ വിമുഖത കാണിക്കുന്നവരുടെ കാര്യത്തിൽ അയാളുടെ വിധി എത്ര തന്നെ നല്ലതാണെങ്കിലും ആ വിധി അനുസരിച്ച് അയാൾക്ക് ജീവിതത്തിൽ ആർജിക്കാൻ സാധിക്കുന്ന സത്ഫലങ്ങൾ ഉണ്ടാവുകയില്ല, അത് ശോഭനമായിരിക്കില്ല, അയാൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കില്ല എന്നാണ് ബ്രഹ്മാവ് സമർത്ഥിക്കുന്നത്. ഇവിടെ വിധി എന്ന ഘടകത്തെ ഈശ്വര നിശ്ചയം എന്നതിലും ഏറെ പാരമ്പര്യവുമായിട്ടാണ് ചേർത്ത് വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിത്ത് എന്നുള്ള ബിംബം എടുക്കുന്ന സമയത്ത് പുതിയ കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബീജം എന്നുള്ള തരത്തിൽ പുതിയ കാലത്ത് നമ്മൾ ആ വാക്കിനെ, ഇപ്പം മഹാഭാരതത്തിലെ കഥയുണ്ടാവുന്ന കാലത്ത് അത്രത്തോളം അർത്ഥം അതിനുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇന്ന് അത് ആലോചിക്കുമ്പോൾ അതൊരു ജനറ്റിക് ട്രഡീഷൻ എന്ന അർത്ഥത്തിൽ കൂടി അതിന് നമുക്ക് കാണേണ്ടി വരും. അത് ബീജവും അതിന്റെ പ്രവൃത്തിയും എന്ന് പറയുന്ന സമയത്ത് പാരമ്പര്യത്തിൽ നിന്നുള്ളൊരു ശക്തി, പാരമ്പര്യത്തിൽ നിന്നുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. ആ ഘടകത്തെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊരു തരത്തിൽ അർത്ഥം പറയാൻ സാധിക്കും ഈ ശ്ലോകത്തിന്. ജാതിയിൽ താഴ്ന്നവർക്ക് ഉപദേശം നൽകിയാൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന സംശയമാണ് യുധിഷ്ഠിരൻ പിന്നീട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിലുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പാരമ്പര്യത്തിനും അല്ലെങ്കിൽ ബീജത്തിനും വിധിക്കും ഒരേ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള പല സന്ദർഭത്തിലും ബീജത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, കർമ്മത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവിടെ അത് മാറ്റിയിട്ട് കർമ്മത്തിനും പ്രാധാന്യമുണ്ട്, ബീജത്തിനും പ്രാധാന്യമുണ്ട് എന്ന തരത്തിൽ എത്തുന്നുണ്ട്. മിത്രസൗഹൃദഭാവേന ഉപദേശം കരോതിയ ജാത്യാവരസ്യ രാജർഷേ ദോഷസ്തസ്യ ഭവേനവ. ജാതിയിൽ താഴ്ന്നവർക്ക് ഉപദേശം നൽകിയാൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന സംശയമാണ് യുധിഷ്ഠിരൻ പിന്നീട് ഭീഷ്മരോട് ചോദിക്കുന്നത്. ശൂദ്രർക്ക് വിദ്യാഭ്യാസത്തിനും വേദജ്ഞാനത്തിനും യജ്ഞത്തിനുമുള്ള അധികാരത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കഥ അനുശാസന പർവ്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തം. കുറച്ചു മുമ്പ് നമ്മൾ വേറൊരു ശ്ലോകം പറഞ്ഞു. അതിൽ വേദവ്യാസന്റെ പുത്രനും വേദവ്യാസൻ തമ്മിലുള്ള ചർച്ചയിൽ, അല്ലെങ്കിൽ വേദവ്യാസൻ ശിഷ്യന്മാരും വേദവ്യാസനും തമ്മിലുള്ള ചർച്ചയിൽ വ്യാസൻ പറയുന്നത് വേദം അഭ്യസിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും, ജീവിതത്തിൽ മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, അതിൽ വർണ്ണത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒന്നുള്ള ഒരു പരാമർശവും ഇല്ലാതെ വേദവ്യാസൻ പറയുന്ന എല്ലാവർക്കും വേദത്തിന് അധികാരമുണ്ട്, വേദം എല്ലാ ആളുകൾക്കും ഉപദേശിക്കാം, പഠിക്കാം എന്നാണ് വ്യാസൻ പറഞ്ഞു വെച്ചത്. ഇവിടെ നോക്കിയ ജാതിയിൽ താഴ്ന്നവർക്ക് ഉപദേശിച്ചാൽ ഉണ്ടാവുന്ന ദോഷത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അനുശാസന പർവ്വത്തിൽ 10-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മഹാഭാരതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ള വേറെ പ്രാവശ്യം, ഒരു പ്രാവശ്യം വിധിയെക്കുറിച്ച് പറയുന്നു. വിധി വളരെ പ്രധാനമാണ് എന്ന് പറയുന്നു. ഓരോ ആളുകളും ജന്മത്തിനനുസരിച്ചുള്ള, കഴിഞ്ഞ ജന്മത്തിലുള്ള അല്ലെങ്കിൽ ജനിച്ച സമയത്തിനനുസരിച്ചുള്ള വിധി അയാൾക്ക് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നു. എന്നാൽ വേറൊരു സമയത്ത് അതിന് നേരെ എതിരായിട്ടുള്ള കാലമാണോ കാരണമാകുന്നത്, അതല്ലെങ്കിൽ കർമ്മമാണോ കാരണമാകുന്നത്, അതിനെക്കുറിച്ച് നിനക്ക് സംശയം വേണ്ട, രാജ കാലസ്യ കാരണം എന്ന് പറയുകയും ചെയ്യും. നല്ല കാലം ഉണ്ടാകുമ്പോൾ നല്ല രാജാക്കന്മാരുണ്ടാവുകയാണോ,
അല്ലെങ്കിൽ നല്ല രാജാക്കന്മാർ ഉണ്ടായതുകൊണ്ട് നല്ല കാലം വരികയാണോ എന്ന് ഭീഷ്മർ ഒരു ചോദ്യം ഭീഷ്മർ തന്നെ ഉണ്ടാക്കിയിട്ട് യുധിഷ്ഠിരനോട് പറയുന്നത്, അതിനെക്കുറിച്ച് സംശയമേ വേണ്ട, രാജാ കാലസ്യ കാരണം, രാജാവാണ് കാലത്തിന് കാരണമാവുന്നത്. അപ്പൊ വിധി പോയി എന്നർത്ഥം. ഇവിടെ അതേപോലൊരു സന്ദർഭമാണ്. നേരത്തെ 2 ശ്ലോകം മുമ്പ് പറഞ്ഞു, വേദവ്യാസൻ പറഞ്ഞത് എല്ലാവർക്കും വേദം പഠിക്കാം, താല്പര്യമുള്ള എല്ലാവർക്കും, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വേദം പഠിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ മാറ്റി പറയുന്നു, പിന്നെ ജാതിയിൽ താഴ്ന്നവർക്ക് വേദം അഭ്യസിച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പല സ്ഥലത്ത് നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കും. മൃഗബലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. മൃഗബലി, പശുവിനെ കൊന്നിട്ട് പിതൃക്കൾക്ക് ബലി നൽകിയാൽ അത് ഏറ്റവും വലിയ പുണ്യാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? പുരാവൃത്തങ്ങളുടെ, പ്രത്യേകിച്ച് മഹാഭാരതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണിത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പം ടൈം മെഷീൻ എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ട് നിരവധി നോവലുകളും കഥകളും സിനിമയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലോക്ക് എന്നൊരു സിനിമ തമിഴിൽ വന്നിട്ടുണ്ടായിരുന്നു. ടൈം മെഷീൻ എന്ന് പറഞ്ഞത് പഴയ കഴിഞ്ഞുപോയ കാലത്തിലേക്കും മുന്നോട്ടും കാലത്തിലൂടെ മുന്നോട്ടും പിറകോട്ടും നമുക്ക് സഞ്ചരിച്ച് കാലത്തിൽ ഇടപെട്ടുകൊണ്ട് മാറ്റം വരുത്തുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സയൻസ് എടുക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് ടൈം മെഷീനിലൂടെ പിന്നോട്ട് പോയിട്ട് +2 കാലത്തിൽ എത്തിയിട്ട് സയൻസ് എടുത്ത് വീണ്ടും പഠിക്കാം. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സങ്കല്പനത്തെയാണ് നമ്മൾ ടൈം മെഷീനിലൂടെയുള്ള യാത്രയായിട്ട് കാണുന്നത്. നോവലുകളൊക്കെ, ധാരാളം ഇംഗ്ലീഷ് നോവലുകളൊക്കെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു തന്ത്രമാണ് പുരാവൃത്തങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ഒരു പ്രത്യേക ആവശ്യം ഉണ്ടാവും, ആ ആവശ്യത്തിനനുസരിച്ച് ഒരു കഥയുണ്ടാവുന്നു. കാലം കുറെ മുന്നോട്ട് പോയി, അപ്പൊ ആ കഥയുടെ സന്ദർഭം മാറി, കഥയിൽ വേറെ ഒരു ആവശ്യം വരുന്നു, വേറെ ഒരു പ്രത്യയശാസ്ത്രം, വേറെ ഒരു ദർശനം അവതരിപ്പിക്കേണ്ടി വരുന്നു. അപ്പൊ പഴയ കഥയിൽ ഇടപെട്ടുകൊണ്ട് കഥയിൽ മാറ്റം വരുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ ടൈം മെഷീനിൽ സഞ്ചരിച്ച് കഴിഞ്ഞുപോയ കാലത്തെ പുനർനിർവചിക്കുന്നത് പോലെ, റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ കഥയെ പുനർനിർവചിക്കുക. അപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ കുറെ കഥ നമ്മൾ തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് പരശുരാമന്റെ കഥ. പരശുരാമന്റെ കഥ 2-3 ഘട്ടങ്ങളിലായിട്ട് പല മാറ്റം വരുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ കഥ പറഞ്ഞതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ആദ്യഘട്ടത്തിൽ കഥ പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ബ്രാഹ്മണരോട് ദേഷ്യം കാണിക്കുകയും ശത്രുത കാണിക്കുകയും ചെയ്താൽ പരശുരാമൻ കർത്തവീര്യാർജുനന് സംഭവിച്ച പോലെയുള്ള ദുരന്തം സംഭവിക്കും. അതുകൊണ്ട് ബ്രാഹ്മണരെ ബഹുമാനിക്കണം. അത് പറയാൻ വേണ്ടിയാണ് പരശുരാമന്റെ കഥ ആദ്യം പറയുന്നത്. 21 വട്ടം ക്ഷത്രിയരെ കൊന്നൊടുക്കി അവസാനം അതിന്റെ പശ്ചാത്തലം തീർക്കാൻ വേണ്ടിയിട്ട് യജ്ഞം കഴിച്ചു. യജ്ഞം കഴിച്ചപ്പോൾ യജ്ഞത്തിൽ നേതൃത്വം നൽകിയ ഋത്തുക്കുകൾക്ക് ഭൂമിയും നൽകി, പ്രതിഫലമായിട്ട് ഭൂമിയും നൽകി എന്ന് പറഞ്ഞു നിൽക്കുന്നു. അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ്, അവരെ രാജാക്കന്മാർ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചാൽ അത് രാജാക്കന്മാർക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കും. ബ്രാഹ്മണർക്ക് ആയുധമെടുക്കാൻ കഴിയില്ല, അവര് സമാധാനപ്രിയരാണെന്നും വിചാരിച്ചിട്ട് അവരോട് എന്ത് ധിക്കാരവും കാണിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബ്രാഹ്മണരുടെ ശക്തി, ബ്രാഹ്മണരുടെ ശൗര്യം വേണ്ട പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ പ്രതികാരത്തിന്റെ അഗ്നി ക്ഷത്രിയരെയും രാജ്യത്തെയും അടക്കം ദഹിപ്പിച്ചു കളയും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ കഥ ഉപയോഗിക്കുന്നത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞ് ഭൂമിയുടെ അവകാശം ബ്രാഹ്മണർക്കാണെന്ന് സ്ഥാപിക്കേണ്ടി വരുമ്പോൾ ആ കഥയിൽ വീണ്ടും പഴയ കഥയിലേക്ക് സഞ്ചരിച്ച്, ഒരു ടൈം മെഷീനിലൂടെ സഞ്ചരിക്കുന്നത് പോലെ പഴയ കഥയിലേക്ക് സഞ്ചരിച്ച് പരശുരാമന്റെ കഥ വീണ്ടും പറഞ്ഞിട്ട് ചെറിയൊരു മാറ്റം വരുന്നു. എന്താണ് മാറ്റം? 21 വട്ടം ക്ഷത്രിയരെ നിക്ഷത്രിയമാക്കി മാറ്റിയ ആ ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം. എന്ന് വെച്ചാൽ ഭൂമി ഒന്നാകെ, ഏതൊരു ഭൂമിയിലാണോ ക്ഷത്രിയ വംശത്തെ മുച്ചൂടും നശിപ്പിച്ചത് ആ ഭൂമി ഒന്നാകെ കശ്യപ മഹർഷിക്കും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാക്കുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പുരാവൃത്തങ്ങളിലൂടെ പിറകോട്ട് സഞ്ചരിച്ച് പഴയ കഥയിൽ ഇടപെട്ട് പുതിയ കാലത്തിന് യോജിച്ച തരത്തിൽ പഴയ കഥയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പൂവിന്റെ എതളിന് മേലെ വേറെ ഒരു എതള് എന്ന് പറഞ്ഞ പോലെ ഒരേ കഥ തന്നെ പല പല എതളുകളായിട്ട് വിരിഞ്ഞ് വരുന്ന ഒരു രീതിയാണ് പുരാവൃത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാം. അതാണ് പറഞ്ഞ കഥ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഒരേ കഥ തന്നെ പലപ്പോഴും ആവർത്തിക്കേണ്ടി വരും, ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ആവർത്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്
ടൈം മെഷീൻ്റെ സങ്കല്പനം പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രക്രിയയാണ്. പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ ചരിത്രത്തിൽ ചിലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഥയിൽ ഇടപെട്ടാൽ കുഴപ്പമില്ല, കഥയാണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാലോ. പക്ഷെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പം സവർക്കർ മറാത്തയുടെ ചരിത്രം പറയുന്നു. മറാത്തയുടെ ചരിത്രം അതുവരെ പറഞ്ഞു വെച്ച ആളുകളുണ്ട്. ആ പറഞ്ഞു വെച്ച ആളുകളൊക്കെ സ്ഥാപിച്ചു വെച്ചൊരു കാര്യം എന്താണ്? മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ താവഴിയിലുള്ള ഒരാളായിട്ടാണ് ശിവജി അധികാരത്തിൽ വരുന്നത്. ശിവജി അധികാരത്തിൽ വരുന്ന സമയത്തും ശിവജിയുടെ വളരെ പ്രധാനപ്പെട്ട ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ച ആളുകൾ മുഴുവനും മുസ്ലിങ്ങളായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ. അപ്പൊ ഇതൊരു മുസ്ലിം ഹിന്ദു മത്സരം, ഒരു ഫൈറ്റ്, അങ്ങനെ ഒരു ഫൈറ്റായിട്ട് ഹിന്ദുക്കൾ വിജയിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ശിവജിയുടെ ഭരണം, മറാത്തയിലെ ശിവജി അധികാരത്തിലെത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ച ചരിത്രം. ആ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് സവർക്കർ അതിന് മാറ്റുന്നു, തിരുത്തുന്നു. സവർക്കർ ചരിത്രം പറയുന്ന സമയത്ത് അത് എങ്ങനെയാവുന്നു? ഹിന്ദു മുസ്ലിം കലഹത്തിന്റെ ഒരു കഥയായിട്ട് മറാത്തയിലെ ശിവജിയുടെ അധികാരം മാറുകയും ഹിന്ദുക്കളുടെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ശിവജിയുടെ ഭരണത്തെ അവതരിപ്പിക്കുകയും ആ ശിവജിയുടെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോയ മുസ്ലിം ഭരണാധികാരികളെയും മുസ്ലിം സേനാനായകന്മാരെയും ഒക്കെ മായ്ച്ചു കളയുകയും ചെയ്യാം. അവരൊന്നും അതാണ് പുരാവൃത്തത്തിൽ എന്താണോ ചെയ്യുന്നത് അത് ചരിത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വർത്തമാനകാലത്തെ ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധിക്കും. ഇത് ചരിത്രത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ്. ചരിത്രത്തെ ചരിത്രമല്ലാതെയാക്കി മാറ്റലാണ്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള അവലോകന രീതിയെ ഇല്ലാതാക്കലാണ്. അങ്ങനെ പറയുമ്പോൾ ചരിത്രം വെറും കെട്ടുകഥയായിട്ട് മാറിപ്പോകുന്നു. ചരിത്രം ചരിത്രമല്ലാതെയായി മാറുന്നു. ആർക്കും എന്തും ചരിത്രത്തിൽ എഴുതി പിടിപ്പിക്കാം, എങ്ങനെയും ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ പുതിയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത് പോലെ സത്യം എന്നൊന്നില്ല, നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ള തരത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പുരാവൃത്തങ്ങളുടെ ഈ നവീകരണ പ്രക്രിയ ഉണ്ടല്ലോ, ആ ഇടക്കിടക്ക് ആവർത്തിച്ചുള്ള നവീകരണ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഇത് ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. ചരിത്രം വേറെയാണ്, ചരിത്രത്തിന്റെ മൊഡ്യൂൾസ് വേറെയാണ്, ചരിത്രത്തിന്റെ രീതിശാസ്ത്രം വേറെയാണ്. ചരിത്രത്തിൽ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞ കാര്യം നമുക്ക് മാറ്റി പറയേണ്ടി വരും. സ്ഥിരമായിട്ട് അങ്ങനെ സയൻസിലും ശാസ്ത്രത്തിലും ചരിത്രത്തിലും ഒക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷെ ആ മാറ്റി പറയുന്നതിന് പുതിയൊരു എവിഡൻസ് കിട്ടുന്നു. ഉദാഹരണത്തിന് ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടക്കുന്നു. ആർക്കിയോളജിക്കൽ എക്സ്കവേഷന് ശേഷം ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇപ്പം ഇന്ത്യയിലേക്ക് വന്ന ആര്യൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തെക്കുറിച്ച്, ഇന്ത്യയിലേക്ക് വന്ന ആളുകളെ കുറിച്ച്, അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ ചെയ്തത് അല്ലെങ്കിൽ പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണോ ചെയ്യുന്നതിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ മാക്സ് മുള്ളർ തുടങ്ങി വെച്ച ഈ ആര്യനൈസേഷൻ, ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്ന ചർച്ച പല ആളുകളും ഇടപെട്ടും തിരുത്തിയും മാറ്റിയും ഒക്കെ പറഞ്ഞു പോരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ വക്താക്കളൊക്കെ പറഞ്ഞു വരുന്നത് ഇന്ത്യയാണ് ആര്യന്മാരുടെ ഒരു മാതൃഗ്രഹം എന്ന് പറയാവുന്നത്, ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്ന് ആ വ്യാഖ്യാനത്തിനനുസരിച്ച് അതിനെ സഹായിക്കുന്ന ചില പഠനങ്ങളൊക്കെ പുറമെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് മരിച്ചുപോയ ജന്തുക്കളുടെ DNA അടക്കം പരിശോധിച്ചിട്ട് ഇവർ വന്നിരിക്കുന്ന റൂട്ടിനെ കുറിച്ച് മുഴുവൻ നമുക്ക് കണ്ടെത്താവുന്ന ഒരു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ രീതി വരുന്നു. മാത്രമല്ല ആർക്കിയോളജിക്കൽ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് ഉക്രൈനിലും റഷ്യന്റെ പല ഭാഗങ്ങളിലും ഒക്കെ നടത്തിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് പുതിയ വിവരങ്ങൾ വെളിപ്പെടുന്നു. ആ വിവരങ്ങൾ വെളിപ്പെടുമ്പോൾ പഴയ നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രത്തെ മാറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല ഈ പലപ്പോഴും ഈ പുരാവൃത്തങ്ങളുടെ രീതി. പുരാവൃത്തങ്ങൾക്ക് ആവശ്യം മാത്രം മതി, വസ്തുക്കളൊന്നും വേണ്ട. ഇതേ പ്രക്രിയയാണ് ഇപ്പം ചരിത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ജാതിയിൽ താഴ്ന്നവർക്ക് ഉപദേശം നൽകിയാൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന സംശയം യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നു. മിത്രസൗഹൃദഭാവേന ഉപദേശം കരോതിയ ജാത്യാവരസ്യ രാജർഷേ ദോഷസ്തസ്യ ഭവേന്നവ. ശൂദ്രർക്ക് വിദ്യാഭ്യാസത്തിനും വേദജ്ഞാനത്തിനും യജ്ഞത്തിനുമുള്ള അധികാരത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കഥ അനുശാസന പർവ്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. അതിനെക്കുറിച്ച് പണ്ട് ഋഷിമാർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കഥ ഞാൻ പറയാം എന്ന് ഭീഷ്മര് വിശദീകരിക്കാം. ഉപദേശോ ന കർത്തവ്യോ ജാതിഹീനസ്യ കസ്യചിത് ഉപദേശേ മഹാൻ ദോഷ ഉപാധ്യായസ്യ ഭാഷ്യതേ. ഇതാണ് ഇപ്പൊ ഭീഷ്മര് പറയുന്നത്.
ഹീനജാതിയിൽപ്പെട്ടവർക്ക് ഉപദേശങ്ങൾ നൽകാൻ പാടില്ല. അവർക്ക് ഉപദേശം നൽകുന്ന ഉപാധ്യായന്മാർക്ക് അഥവാ ഗുരുനാഥന്മാർക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നാണ് ഇവിടെ ഭീഷ്മരി വ്യക്തമാക്കുന്നത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മരി ചെയ്യുന്നത് പണ്ട് നടന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് ഉപദേശം നൽകിയത് കൊണ്ട് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഹിമവത് സാനുക്കളിൽപ്പെട്ട ഒരു ബ്രഹ്മാശ്രമത്തിൽ പണ്ട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാണ് ഭീഷ്മർ കഥ പറയുന്നത്. തത്ര കശ്ചിത് സമുത്സാഹം കൃത്വാ ശൂദ്രോ ദയാന്വിത ആഗതോ ഹി ആശ്രമപദം പൂജിതശ്ച തപസ്വിഭി. അനുശാസന പർവ്വത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു ശൂദ്രൻ ഒരിക്കൽ ആ പ്രദേശത്ത് ചെല്ലാനിടയായി, ഈ ആശ്രമത്തിന്റെ അടുത്ത് ചെല്ലാനിടയായി. അവിടെ എത്തിച്ചേർന്ന ശൂദ്രനെ ആശ്രമവാസികളായ താപസന്മാർ യഥോചിതം പൂജിച്ചു അഥവാ ആദരിച്ചു എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ദീക്ഷ കൈക്കൊണ്ടവരും പലതരം വിജ്ഞാന ശാഖകളിൽ തപസ്സനുഷ്ഠിച്ചു വരുന്നവരുമായ അവിടുത്തെ താപസന്മാരെ കണ്ടപ്പോൾ ശൂദ്രന് വലിയ താല്പര്യമായി. ആ ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാനും വേദജ്ഞാനം ആർജിക്കാനും ശൂദ്രനും താല്പര്യപ്പെടും. എനിക്കും ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. താൻ അവർണനാണ് എന്നും ശൂദ്രനാണ് എന്നുമുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആശ്രമത്തിൽ കഴിയാനും ഗുരുവിനെ പൂജിക്കാനും ജ്ഞാനം ആർജിക്കാനുമുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ആ ആശ്രമത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള അവസരം തനിക്ക് നൽകണമെന്നും ശൂദ്രൻ അപേക്ഷിക്കുന്നുണ്ട്. ന ശക്യമിഹം ശൂദ്രേണ ലിംഗം ആശ്രിത്യവർത്തിതും ആസ്യതാം യതിതേ ബുദ്ധി ശുശ്രൂഷ നിരതോഭവ. അപ്പൊ അവർ പറഞ്ഞു, പരിത്യാഗിയുടെ അഥവാ സന്യാസിയുടെ മുദ്ര ധരിച്ചുകൊണ്ട് താങ്കൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കില്ല. താങ്കൾക്ക് സന്യാസിയാവാനൊന്നും കഴിയില്ല. അത് ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾക്ക് സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ശുശ്രൂഷാനിരതനായി അഥവാ സേവകനായി കഴിയാം എന്നാണ് ആശ്രമത്തിലെ കുലപതി ശൂദ്രനോട് പറയുന്നത്. ഇവിടെ ശുശ്രൂഷ എന്ന വാക്ക് ശൂദ്രനും കുലപതിയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ രണ്ടും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. ശൂദ്രൻ ചോദിക്കുന്നത് എന്താണ്? ആശ്രമത്തിൽ സന്യാസിയായി താമസിച്ചുകൊണ്ട് വേദജ്ഞാനം ആർജിക്കാനും അതോടൊപ്പം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരമാണ്. താൻ ശൂദ്രനാണ് എന്നും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് തന്റെ ധർമ്മമെന്നും ശൂദ്രന് നല്ല ബോധ്യമുണ്ട് എന്നർത്ഥം. വർണ്ണാശ്രമ ധർമ്മത്തെ നിഷേധിക്കാനോ അതിനെ പൂർണ്ണമായി തള്ളിക്കളയാനോ അല്ല ശൂദ്രൻ ശ്രമിക്കുന്നത്. വർണ്ണാശ്രമധർമ്മത്തിന്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ചട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അതിനെ നവീകരിക്കാനും സമൂഹത്തിലെ വലിയ വിഭാഗം വരുന്ന ശൂദ്രർക്ക് ജ്ഞാനസമ്പാദനത്തിനുള്ള വഴിയൊരുക്കാനുമാണ് ഈ ശൂദ്രൻ അപ്പോൾ ശ്രമിക്കുന്നത്. ആശ്രമത്തിൽ താമസിച്ച് അവിടെയുള്ള ബ്രാഹ്മണന്മാരെയൊക്കെ ശുശ്രൂഷിക്കുക. അതിന്റെ കൂടെ എന്ത് വേണം? എനിക്ക് ഈ വേദം അഭ്യസിക്കാനും സന്യാസിയാവാനുമുള്ള അവസരം കൂടെ നൽകണം. ആശ്രമത്തിലെ കുലപതി പറയുന്നത് താങ്കൾക്ക് ശൂദ്രൻ എന്ന നിലയ്ക്കുള്ള കർമ്മം അഥവാ മറ്റു വർണ്ണക്കാരെ ശുശ്രൂഷിക്കൽ ഇവിടെയും തുടരാം. പക്ഷെ എന്തു പാടില്ല? സന്യാസിയുടെ ലിംഗം അഥവാ മുദ്ര ധരിക്കാനോ വേദജ്ഞാനം ആർജിക്കാനോ സന്യാസിയാവാനോ സാധിക്കുകയില്ല എന്നാണ് കുലപതി പറയുന്നത്. ഒരു തർക്കം മുതലെടുക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശൂദ്രൻ ചിന്തിച്ചു. സർവം പരിത്യജിച്ചുകൊണ്ടുള്ള താപസന്റെ ജീവിതം താൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുലപതി നിർദ്ദേശിച്ചതുപോലെ ആശ്രമത്തിലുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ശൂദ്രന്റെ ജീവിതം തുടരാൻ, അല്ലെങ്കിൽ അതിൽ ഒതുങ്ങി നിൽക്കാൻ, അങ്ങനെ നിന്നാൽ തനിക്ക് മനഃശാന്തി ലഭിക്കുകയില്ല എന്ന് ശൂദ്രൻ തിരിച്ചറിഞ്ഞു. അതിനാൽ താൻ ആഗ്രഹിച്ച ജീവിതം തന്നെ നയിക്കാനും വേദജ്ഞാനം ആർജിക്കാനും അവൻ തീരുമാനിക്കാൻ. അങ്ങനെ കുലപതിയുടെ ആശ്രമത്തിൽ നിന്നും അകലെ അതേ ഹിമാലയ സാനുക്കളിൽ തന്നെ ഒരു ചെറിയ കുടിലും യജ്ഞവേദിയും ഒക്കെ കെട്ടിയുണ്ടാക്കി ശൂദ്രൻ താപസന്റെ ജീവിതം ജീവിക്കാൻ ആരംഭിച്ചു. ആ ഹിമാലയ സാനുക്കളിൽ തന്നെയാണ്. ശൂദ്രനാണെങ്കിൽ അയാൾ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കി താപസന്റെ ജീവിതം നയിക്കാം. ഗത്വാശ്രമവദാ ദൂരം ഉടജം കൃതവാം സ്തുസ തത്ര വേദിം ച ഭൂമിം ച ദേവതായതനാനി ച നിവേശ്യ ഭരതശ്രേഷ്ഠ നിയമസ്ഥോ അഭവത് സുഖം. അനുശാസന പർവ്വത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലെ
10ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഭൗതിക ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടും ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടും, യഥാർത്ഥത്തിൽ ഒരു താപസന്റെ ജീവിതം തന്നെയാണ് ശൂദ്രൻ അവിടെ ആശ്രമത്തിൽ ജീവിക്കുന്നത്. ദിവസത്തിൽ 3 നേരം പിതാക്കന്മാർക്കും ദേവന്മാർക്കും ബലിയർപ്പിച്ചു. താപസരുടെ എല്ലാവിധ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് ശൂദ്രൻ സന്യാസ ജീവിതം നയിച്ചു വന്നത്. ആശ്രമത്തിൽ വരുന്ന എല്ലാ അതിഥികളെയും അവൻ യഥോചിതം സ്വീകരിച്ചു വന്നു. അഭിഷേകവും ബലിയും കൃത്യമായി ചെയ്തു പോരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ബ്രാഹ്മണനായ ഒരു മുനി ഒരു ദിവസം ശൂദ്രന്റെ ആശ്രമത്തിൽ ചെന്നു. ശൂദ്രൻ ഋഷിയെ യഥോചിതം ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. പിതൃകാര്യം കരിഷ്യാമി തത്രമേ അനുഗ്രഹം ഗുരു. പിതാക്കൾക്ക് ബലി നൽകാൻ എനിക്ക് താല്പര്യമുണ്ട്. താങ്കൾ ദയവ് ചെയ്ത് എനിക്ക് മാർഗനിർദ്ദേശം നൽകുമോ എന്ന് ശൂദ്രൻ ഋഷിയോട് അപേക്ഷിച്ചു. അപ്പോൾ ഇതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. പിതൃകർമ്മങ്ങൾക്ക് ചില അനുഷ്ഠാനങ്ങളും ചില ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അത് ശൂദ്രൻ അറിയില്ല, ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അയാളോട് അതിനെ ഉപദേശിക്കാൻ പറയുന്നത്. ഋഷി അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാളൊരു ശൂദ്രനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. ഋഷി അതിന് സമ്മതിച്ചു. ബ്രാഹ്മണനാണ് ഋഷി. ശൂദ്രൻ ദേഹശുദ്ധി വരുത്തി ബ്രാഹ്മണന്റെ മുമ്പിൽ വന്ന് കുശപ്പുല്ലും മറ്റു പൂജാവസ്തുക്കളൊക്കെ കൊണ്ടുവന്നു. ദർഭയും വനഭോജ്യങ്ങളും ഔഷധികളും പവിത്രമായ ആസനവും ഒക്കെ, ഋഷി എന്ന പേരിൽ വ്രതികൾക്ക് ഇരിക്കാനുള്ള ഇരപ്പിടവും ഒക്കെ ശൂദ്രൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശൂദ്രൻ പക്ഷേ ഋഷി വെച്ചിരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലഭാഗം വരുന്ന രീതിയിൽ തെക്കോട്ട് തിരിച്ചായിരുന്നു. അത് കണ്ട് ഋഷി ശൂദ്രനെ ഉപദേശിക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ചടങ്ങിൽ ഇയാൾ ഇടപെടുന്നുണ്ട് അർത്ഥം. ഈ ചടങ്ങ് എങ്ങനെയാണ് വെക്കേണ്ടത്, ദർഭ എങ്ങോട്ടാണ് വെക്കേണ്ടത്, ഋഷി എങ്ങോട്ടാണ് വെക്കേണ്ടത്, പൂജാപുഷ്പങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് അർത്ഥം, ഇതൊന്നും ഇയാൾക്ക് അറിയില്ല, ശൂദ്രൻ അറിയില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യണം എന്നറിയാം. അതുകൊണ്ട് അയാൾക്ക് തോന്നിയ മാതിരി ചെയ്യാം. അപ്പോൾ ഋഷി അതിൽ ഇടപെട്ടിട്ട് അതെങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്, യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എങ്ങനെയാണോ ചെയ്തു വരുന്നത് അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഈ ശൂദ്രനെ പഠിപ്പിക്കുകയും ചെയ്തു. ഋഷി കിഴക്കോട്ട് തിരിച്ചു വെക്കാനും അതിൽ മുഖം വടക്കോട്ട് വരുന്ന തരത്തിൽ ഇരിക്കാനും ഋഷി ശൂദ്രനെ ഉപദേശിച്ചു. കുശപ്പുല്ലും അർഘ്യവും എങ്ങനെയാണ് വെക്കേണ്ടത് എന്നും എങ്ങനെയാണ് അർച്ചിക്കേണ്ടത് എന്നും എല്ലാം ഋഷി ഉപദേശിച്ചു. എങ്ങനെയാണ് തീർത്ഥം സമർപ്പിക്കേണ്ടതെന്നും ബലി അർപ്പിക്കേണ്ടതെന്നും ഋഷി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ശൂദ്രൻ ക്രിയകളെല്ലാം പൂർത്തിയാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശൂദ്രനും മരണപ്പെട്ടു, ഋഷിയും മരണപ്പെട്ടു. താൻ അനുഷ്ഠിച്ച തപസ്സിന്റെ ഫലമായി ശൂദ്രൻ അടുത്ത ജന്മത്തിൽ ക്ഷത്രിയനായി ജനിച്ചു എന്നാണ് പറയുന്നത്. ഒരു പ്രൊമോഷൻ കിട്ടി. ശൂദ്രന് മാർഗനിർദ്ദേശം നൽകിയ ഋഷി ബ്രാഹ്മണനായി തന്നെ പുനർജനിച്ചു എന്നും പറയുന്നുണ്ട്. ശൂദ്രന് പൂർവജന്മത്തിലെ കഥ ഓർമ്മയുണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനെ തന്റെ കൊട്ടാരത്തിലെ പുരോഹിതനായി നിയമിച്ചു. തന്നെ നേരിട്ട് കാണുമ്പോഴെല്ലാം രാജാവ് പുഞ്ചിരിക്കുന്നതായി ബ്രാഹ്മണൻ നിരീക്ഷിച്ചു. അപ്പോൾ ശൂദ്രൻ അടുത്ത ജന്മത്തില് ക്ഷത്രിയനായി ജനിച്ചു. അയാൾ രാജാവാണ്. അയാളുടെ ശൂദ്രനായിരിക്കുന്ന ജന്മത്തിൽ ഈ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന്റെ പുണ്യം കൊണ്ടാണ് അത്ര ക്ഷത്രിയനായി ജനിച്ചത്. മാത്രമല്ല, ഈ ക്ഷത്രിയനായി ജനിച്ച ശൂദ്രന് പൂർവ്വജന്മത്തിലെ കഥ അറിയുകയും ചെയ്യാം, ഓർമ്മയുമുണ്ട്. അപ്പൊ താൻ പണ്ട് ശൂദ്രനായിരുന്നു, ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച് യാഗത്തിന്റെ കർമ്മങ്ങളൊക്കെ വേദപഠനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പൂജാവിധികളൊക്കെ തനിക്ക് പറഞ്ഞു തന്ന ബ്രാഹ്മണനാണ് ഈ നിൽക്കുന്നതെന്നും രാജാവിന് മനസ്സിലായി, ക്ഷത്രിയനായിട്ടുള്ള രാജാവിന് മനസ്സിലായി. പക്ഷെ ബ്രാഹ്മണൻ ഇത് മനസ്സിലാവുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കാണുമ്പോഴൊക്കെ എന്തിനാണ് ഈ രാജാവ് ചിരിക്കുന്നത് എന്ന് ബ്രാഹ്മണൻ ആലോചിച്ചു നോക്കി. അത് ആവർത്തിച്ച് കണ്ടപ്പോൾ രാജാവ് തന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ് എന്ന് ബ്രാഹ്മണൻ ധരിച്ചു. ഒരു ദിവസം ബ്രാഹ്മണൻ രാജാവിനോട് ഇതിന്റെ കാരണം അന്വേഷിച്ചു. മഹാരാജൻ, താങ്കൾ എന്താണ് എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ കളിയാക്കി ചിരിക്കുകയാണ്, എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു എന്നും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു ശൂദ്രനും താങ്കൾ ഋഷിയുമായിരുന്നു എന്നും എന്റെ പിതൃകർമ്മത്തിന് താങ്കൾ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം രാജാവ് പുരോഹിതന്, ബ്രാഹ്മണനായിട്ട് തന്റെ പുരോഹിതന് പറഞ്ഞു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. ബ്രാഹ്മണന് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയില്ലാതെ പോയത് അദ്ദേഹം ശൂദ്രന് ഉപദേശം നൽകിയത് കൊണ്ടാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ ഭീഷ്മര്. അപ്പൊ ഈ കഥ നമ്മൾ നോക്കിയാലും കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശൂദ്രന് ഉപദേശം നൽകിയാൽ അങ്ങനെ നൽകാൻ പാടുണ്ടോ എന്നാണ്. ശൂദ്രന് ഉപദേശം നൽകാൻ പാടില്ല, ശൂദ്രന്മാർക്ക് ഉപദേശം നൽകരുത് എന്നാണ് ഭീഷ്മരുടെ ഉപദേശം. അത് സ്ഥാപിക്കാനുള്ള കഥയാണ് പറയുന്നത്. ഉപദേശം നൽകിയ ബ്രാഹ്മണൻ എന്താണ് ദോഷം സംഭവിച്ചത്? പ്രത്യേകിച്ച് ദോഷം സംഭവിച്ചില്ല. അയാൾ സാധാരണ പോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി.
പുനർജനിച്ചു എന്നും പറയുന്നുണ്ട്. ജനിച്ചപ്പോൾ വീണ്ടും ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്നും പറയുന്നുണ്ട്. അയാളുടെ ബ്രാഹ്മണ ജന്മത്തിന് ഇടിവൊന്നും പറ്റിയിട്ടില്ല. ശൂദ്രൻ പക്ഷേ ഉയർന്ന ജാതിക്കാർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അയാൾക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പ്രൊമോഷൻ കിട്ടി. ആകെ ശൂദ്രനൊരു ഗുണം കിട്ടിയത് പൂർവ്വജന്മത്തിലെ കഥ ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളതാണ്, ബ്രാഹ്മണന് ഓർമ്മയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ സാധാരണ മനുഷ്യരെ പോലെയാണ് ജീവിച്ചത്, ഇയാൾക്കിത് പൂർവ്വജന്മത്തിലെ കഥ ഓർമ്മയുണ്ടായി എന്ന് പറയുന്നു. അപ്പൊ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ശൂദ്രന് വേദം ഉപദേശിച്ചാൽ വലിയ അപകടമാണ് എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കഥയിൽ പക്ഷേ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക് ഉപദേശം നൽകുകയോ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ കഥ സ്ഥാപിക്കുന്നത്. ഉപദേശം സ്വീകരിക്കാനായി ബ്രാഹ്മണൻ മിഥിലയിലെ വ്യാധന്റെ അരികിലേക്ക് പോകുന്ന കഥയും മഹാഭാരതത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ ബ്രഹ്മജ്ഞാനം കാക്ഷിക്കുന്ന ആർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് വേദവ്യാസൻ വ്യക്തമാക്കിയ ഉടനെ തന്നെയാണ് ശൂദ്രർക്ക് ഉപദേശം നൽകരുത് എന്ന് നിഷ്കർഷിക്കുന്ന കഥയും വരുന്നത്. ശൂദ്രർ വേദം അഭ്യസിക്കുന്നതിനും ജ്ഞാനം ആർജിക്കുന്നതിനും എതിരായുള്ള ചിന്തകൾ സമൂഹത്തിൽ ശക്തമാകുന്നു എന്നാണ് ഈ കഥ തെളിയിക്കുന്നത്. ശൂദ്രർക്ക് തപസ്സനുഷ്ഠിക്കാനും സന്യാസ ജീവിതം നയിക്കാനും വിജ്ഞാനം ആർജിക്കാനും അനുവാദം നൽകുന്ന ബുദ്ധമതത്തിന്റെ വ്യാപനത്തോടൊപ്പമായിരിക്കാം ഒരുപക്ഷെ അതിനെതിരായ ചിന്തകളും കഥകളും ഒക്കെ മഹാഭാരതത്തിൽ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഉദിക്കേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലുമൊക്കെ വേദം അഭ്യസിക്കാനും സന്യാസിയായിട്ട് ജീവിക്കാനും കാഷായ വസ്ത്രം ധരിക്കാനും ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ള ഭിക്ഷ എടുത്ത് ജീവിക്കാനും ഒക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് സ്ഥാപിക്കുന്നത്. സ്ത്രീ പുംസയോ സംപ്രയോഗേ സ്പർശ കസ്യ അധികോ ഭവേത് ഏതന്മേ സംശയം രാജൻ യഥാവത് വക്തും അർഹസി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഘർഷഭരിതമായൊരു ചോദ്യമാണ് പിന്നീട് ചോദിക്കുന്നത്. അനുശാസന പർവ്വത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ സ്ത്രീ പുരുഷ സംയോഗത്തിൽ ആരാണ്, സ്ത്രീയാണോ പുരുഷനാണോ, ആരാണ് കൂടുതൽ സംതൃപ്തി അനുഭവിക്കുന്നത്, കൂടുതൽ സന്തോഷം ആർക്കാണ് ലഭിക്കുന്നത് എന്ന തരത്തിൽ വളരെ വിചിത്രവും മനഃശാസ്ത്രപരവുമായ ഒരു സംശയമാണ് യുധിഷ്ഠിരൻ ഉന്നയിക്കുന്നത്. സ്ത്രീയുടെ അനുഭവ ലോകം സ്ത്രീയുടേത് മാത്രവും അത് സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്നതുമാണല്ലോ. അതുപോലെ പുരുഷന്മാരുടെ അനുഭവ ലോകം പുരുഷർക്ക് മാത്രം മനസ്സിലാകുന്നതും ആണ്. അങ്ങനെ ഇരിക്കെ ആർക്കാണ് ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുക? സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്? എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക? സ്ത്രീ പുരുഷ സംയോഗത്തിൽ ആർക്കാണ് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത് എന്ന് സ്ത്രീക്കോ പുരുഷനോ പറയാൻ സാധിക്കുകയില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന തരത്തിലാണ് മഹാഭാരതത്തിലെ ഒരു കഥ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭംഗസ്വരൻ എന്നു പേരുള്ള ഒരു രാജാവ് ആദ്യം കുറച്ചു കാലം പുരുഷനായി ജീവിക്കുകയാണ്. പിന്നീട് അയാൾ ഒരു ശാപത്തിന്റെ ഫലമായിട്ട്, ദേവേന്ദ്രന്റെ ഒരു ശാപത്തിന്റെ ഫലമായിട്ട് പിന്നീട് അയാൾ എന്തായി, സ്ത്രീയായിട്ട് മാറി. അപ്പോൾ പുരുഷനായി ജീവിച്ച കാലത്ത് അയാൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, 100 പുത്രന്മാരുണ്ടായിട്ടുണ്ട്. സ്ത്രീയായി ജീവിച്ച ശേഷം അയാൾ 100 പുത്രന്മാരെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം 100 പുത്രന്മാരുടെ പിതാവും 100 പുത്രന്മാരുടെ മാതാവുമാണ് എന്നർത്ഥം. ഇങ്ങനെയൊരു കഥാപാത്രത്തിന്റെ അനുഭവ ലോകത്ത് നിന്നുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മര് മറുപടി പറയുന്നത്. ഈ കഥയിൽ നായാട്ടിനിടയിൽ കാട്ടിൽ വെച്ച് വഴിതെറ്റിയ ഭംഗാസുരൻ ഈ വനത്തിൽ ഒരു തടാകത്തില് വെള്ളം കുടിക്കാൻ ഇറങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുതിരയെ കുളിപ്പിച്ചു, അതിനുശേഷം കുറച്ച് വെള്ളം കോരി കുടിച്ചു, ദാഹം തീർത്ത്, കുതിരയുടെ ദാഹം തീർത്തതിന് ശേഷം തടാകത്തിലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി, നല്ല തണുത്ത വെള്ളം കണ്ടപ്പോൾ. പക്ഷെ ആ ഇറങ്ങിയോടുകൂടി അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. രാജാവ് തിരിച്ചറിഞ്ഞതാണ്, നിമിഷ നേരം കൊണ്ട് രാജാവ് ഒരു സ്ത്രീയായി മാറി. രാജാവിന്റെ ലിംഗവും ശരീരവും ഒക്കെ മാറി, പുരുഷൻ മാറി ഒരു സ്ത്രീയായി മാറി. അദ്ദേഹത്തിന്റെ പുരുഷലിംഗത്തിന്റെ സ്ഥാനത്ത് സ്ത്രീയോനിയും മാറിടവും അടക്കം അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ എല്ലാ അവയവം അദ്ദേഹത്തിനുണ്ടായി, ഭംഗസ്വരന രാജാവിന് ഉണ്ടായി. ജലത്തിന്റെ പ്രഭാവത്താൽ തന്റെ ശരീരത്തിന് സംഭവിച്ച മാറ്റം കണ്ട് രാജാവ് വല്ലാതെ ലജ്ജിച്ചു. കാരണം രാജാവിന് വല്ലാത്ത ധർമ്മസങ്കടമായി. എങ്ങനെയാണ് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുക? രാജാവായിട്ടാണ്, പുരുഷനായ രാജാവായിട്ടാണ് അങ്ങോട്ട് പോന്നിരിക്കുന്നത് കുതിരപ്പുറത്ത് നായാട്ടന്. ഒരു സ്ത്രീ വേഷം കിട്ടി എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ചു ചെല്ലുക? മാത്രമല്ല അവിടെ പത്നിയുണ്ട്, ഭാര്യയുണ്ട്, രാജ്ഞിയുണ്ട്. അവളെടുത്ത് പോയിട്ട് ഞാൻ സ്ത്രീയായി എന്ന് പറയാൻ പറ്റുമോ? തൻ്റെ പുത്രന്മാരുണ്ട്, തൻ്റെ സൈന്യാധിപനുണ്ട്, ബാക്കി മന്ത്രിമാരും ഒക്കെ ഉണ്ട്, കൊട്ടാരത്തിലുള്ള ആളുകളും തൻ്റെ ജനങ്ങളും ഉണ്ട്. അവരെങ്ങനെയാ ബോധ്യപ്പെടുത്തുക? രാജാവ് ആകെ വിഷമത്തിലായി.
എങ്ങനെയാണ് ഭാര്യമാരെയും ബന്ധുക്കളെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും മന്ത്രിമാരെയും ഒക്കെ ബോധ്യപ്പെടുത്തുക? ഔരസപുത്രന്മാരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നും അറിയാതെ അദ്ദേഹം വിഷമിച്ചു. സവർണയായ ഭാര്യയിൽ ജനിച്ച പുത്രന്മാരെയാണ് ഔരസപുത്രന്മാർ എന്ന് പറയുന്നത്. അവരായിരിക്കും രാജ്യത്തിന് അധികാരിയായിട്ട് മാറുന്നത്. പുത്രന്മാരെല്ലാവരും കരുത്തരും ശ്രേഷ്ഠരുമാണ്. എങ്ങനെയാണ് അവരുടെ മുന്നിൽ സ്ത്രീയായി ചെന്ന് നിൽക്കുക എന്നറിയാതെ രാജാവ് വിഷമിച്ചു. ഒടുവിൽ അദ്ദേഹം കൊട്ടാരത്തിൽ തിരിച്ചെത്തി പുത്രന്മാരെ രാജ്യഭരണം ഏൽപ്പിച്ചതിന് ശേഷം കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. താൻ ഇതുവരെ ജീവിച്ച രാജ്യം ഭരിച്ച രാജ്യത്തിൽ പുരുഷനായി രാജ്യം ഭരിച്ച രാജ്യത്തിൽ സ്ത്രീയായിട്ട് കഴിയാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. വനത്തില് ഒരു മുനിയുടെ ആശ്രമത്തിൽ സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ബംഗാസന എന്ന സ്ത്രീ. ബംഗാസന അപ്പൊ ബംഗാസനയായി മാറി. ബംഗാസനയെ കണ്ട് മുനിക്ക് മോഹം ജനിക്കുകയും മുനി അവളെ പത്നിയാക്കുകയും അങ്ങനെ ബംഗാസനയ്ക്ക് മുനിയുടെ പുത്രന്മാരെ പ്രസവിക്കേണ്ടി വരികയും ചെയ്തു. 100 പുത്രന്മാരെ ബംഗാസന പ്രസവിച്ചു മുനിയുടെ പുത്രന്മാരായിട്ട്. പുത്രന്മാർ ജനിച്ചു കഴിഞ്ഞപ്പം ബംഗാസന എന്ത് ചെയ്തു? ആ പുത്രന്മാരെ കാട്ടിൽ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവരെയൊക്കെ തന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. താൻ പണ്ട് രാജാവായിട്ട് ഭരണം നടത്തിയിരുന്ന കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. തന്റെ മക്കളാണെന്നുള്ളവർക്ക് പറഞ്ഞയച്ചു. ദേവേന്ദ്രന്റെ കുതന്ത്രങ്ങൾ കാരണമായിരുന്നു ബംഗാസന ഈ പരിണാമം സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വനത്തിൽ വന്ന് ബംഗാസന എന്ന സ്ത്രീയെ കണ്ടിട്ട് അവളുടെ കഷ്ടപ്പാട് കണ്ട് സന്തോഷിക്കണം എന്ന് വെച്ച് ദേവേന്ദ്രൻ ചെന്ന് നോക്കിയപ്പം കാണുന്ന എന്താണ്? അവൾക്കൊരു കുഴപ്പമില്ല. അവള് മുനിയുടെ പത്നിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. 100 പുത്രന്മാരുണ്ടായിട്ടുണ്ട്. ആ പുത്രന്മാരെയൊക്കെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. അവര് അവിടുത്തെ കൊട്ടാരത്തിൽ രാജാവിന്റെ പഴയ പുത്രന്മാരെ പോലെ തന്നെ പുതിയ പുത്രന്മാരും സന്തോഷത്തോടെ കഴിയുന്നു. ദേവേന്ദ്രൻ വീണ്ടും അവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഈ രാജാവിന്റെ ബംഗാസനൻ എന്ന് പറയുന്ന രാജാവ് പുരുഷനായിരുന്ന സമയത്തുണ്ടായ മക്കളെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യമാണ് ഇത്, ഏതോ മുനിയുടെ പുത്രന്മാരാണ്, അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. അവിടെ കലഹമുണ്ടാക്കി. ഈ പുത്രന്മാർ തമ്മിൽ കലഹിച്ച് ഈ 200 മക്കളും തമ്മിൽ തല്ലി മരിച്ചു എന്നാണ് പറയുന്നത്. പ്രണിപാതേന തസ്യേന്ദ്ര പരിതുഷ്ടോ വരന്തദൗ പുത്രാവേ കഥമേ രാജൻ ജീവന്തു തവ ശംസമേ സ്ത്രീഭൂതസ്യ ഹേയേ ജാത പുരുഷസ്യ അധയേ ഭവൻ താപസീതു തദശക്രം ഉവാച പ്രയതാഞ്ജലി സ്ത്രീഭൂതസ്യ ഹിയേ ജാതാസ്തേ തേമേ ജീവന്തു വാസവ. അപ്പോൾ കുറച്ചു കഴിഞ്ഞ് കാട്ടിലെത്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം ബംഗാസന എന്ന് പറയുന്ന സ്ത്രീയോട് ഇന്ദ്രൻ തന്നെ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ പരാക്രമമൊക്കെ കാണിച്ചത്? നിങ്ങൾ പണ്ടൊരു യാഗം നടത്തിയപ്പം എന്നെ ആദരിച്ചില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രനോട് ക്ഷമ ചോദിച്ച് ദേവേന്ദ്രൻ ശരി അവർക്ക് ഒരു വരം കൊടുക്കാൻ തീരുമാനിച്ചു. ബംഗാസനയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുറച്ച് കുട്ടികളെ ഞാൻ ജീവിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പുരുഷനായിട്ടുണ്ടായിരുന്ന സമയത്തുള്ള 100 പുത്രന്മാരുണ്ട്, നിങ്ങൾ അച്ഛനായിട്ടുള്ള 100 പുത്രന്മാരുണ്ട്, നിങ്ങൾ അമ്മയായിട്ട് പ്രസവിച്ച 100 പുത്രന്മാരുണ്ട്. ഇതിൽ ഏത് പുത്രന്മാരെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരെയാണ് ജീവിപ്പിക്കേണ്ടത് എന്നായിരുന്നു. അത് പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ആൾക്കാരെ ജീവിപ്പിച്ചു തരാം എന്നാണ് ദേവേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. വലിയൊരു ധർമ്മസങ്കടത്തിലാണ് ഈ ബംഗാസൻ ഇടപെട്ട് നടത്തും. കാരണം അച്ഛനായിരിക്കുന്ന സമയത്തുള്ള കുട്ടികളോടാണ് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ അമ്മയായിരിക്കുന്ന സമയത്ത് വേദന അനുഭവിച്ച് പ്രസവിച്ച പുത്രന്മാരോടാണ് കൂടുതൽ സ്നേഹം എന്ന് നിർണ്ണയിക്കേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ദേവേന്ദ്രന് തന്റെ കരങ്ങൾ രണ്ടും കൂപ്പിക്കൊണ്ട് ബംഗാസന പറയുന്നത്, ഞാൻ സ്ത്രീയായി മാറിയ ശേഷം പ്രസവിച്ച 100 പുത്രന്മാരെ ജീവനോടെ നൽകാനായിരുന്നു. പ്രണിപാതേന തസ്യേന്ദ്ര പരിതുഷ്ടോ വരന്തദൗ പുത്രാവൈ കഥമേ രാജൻ ജീവന്തു തവ ശംസമേ സ്ത്രീഭൂതസ്യ ഹേയേ ജാതാഹ പുരുഷസ്യ അധയേ ഭവൻ താപസീതു തദശക്രം ഉവാച പ്രയതാഞ്ജലി സ്ത്രീഭൂതസ്യ ഹിയേ ജാതസ്തമേ ജീവന്തു വാസവ. ഞാൻ സ്ത്രീയായി മാറിയതിനു ശേഷം ഈ താപസന്റെ 100 പുത്രന്മാരെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ ഈ 100 പുത്രന്മാരെയും ഗർഭത്തിൽ വഹിച്ച് അതിന്റെ വേദനകൾ മുഴുവൻ അനുഭവിച്ച് അമ്മയായിട്ട് അവരെ പ്രസവിച്ച് പാലൂട്ടി അവരെ വളർത്തിയതാണ്. ആ മക്കളെയാണ് എനിക്ക് ജീവിപ്പിക്കേണ്ടത് എന്നാണ് ഈ ബംഗാസന എന്ന സ്ത്രീ അപ്പൊ പറയുന്നത്. അപ്പോൾ ഇന്ദ്രന് വലിയ അത്ഭുതമായി. കാരണം ശരിക്കും ബംഗാസനൻ പുരുഷനാണല്ലോ. സ്ത്രീയാവുക എന്ന് പറയുന്നത് അപകടത്തിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ശാപം കൊണ്ട് പറ്റിയ ഒരു അപകടമാണ്.
പുരുഷോത്പാദിത യേ തേ കഥം ദ്വേഷ്യാസുതാസ്തവ സ്ത്രീഭൂതസ്യ ഹി യേ ജാതാ സ്നേഹസ്തേഭ്യ അധികം കഥം കാരണം ശോതുമിച്ചാമി തന്മേ വക്തുമിതർക്കസി. എന്തുകൊണ്ടാണ് ആൺകുട്ടികളോട് ഇത്ര ദേഷ്യം തോന്നി? അല്ലെങ്കിൽ അച്ഛൻ ആയിട്ട് നിങ്ങൾ അച്ഛനായി ജനിച്ച കുട്ടികളോട് എന്താണ് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം? എന്തുകൊണ്ടാണ് അമ്മയായി പ്രസവിച്ച കുഞ്ഞുങ്ങളെയാണ് ജീവിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? സ്ത്രീയായി മാറിയ ശേഷം പിറന്ന പുത്രന്മാരോട് കൂടുതൽ മമതയും സ്നേഹവും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ദേവേന്ദ്രൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിന് മറുപടി പറയുന്നുണ്ട്. ബംഗാസന അതിന് മറുപടി പറയുന്നുണ്ട്. സ്ത്രീയാസ്ത്വ അഭ്യധിക സ്നേഹോ ന തഥാ പുരുഷസ്യ വൈ തസ്മാത്തേ ശക്ര ജീവന്തു യേ ജാതാ സ്ത്രീകൃതസ്യ വൈ. അനുശാസന പർവ്വത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം. സ്ത്രീ ആയിരിക്കെ പുത്രന്മാർക്ക് ജന്മം നൽകിക്കൊണ്ട് ഞാൻ അനുഭവിച്ച വാത്സല്യവും സ്നേഹവും പുരുഷനായിരിക്കെ അനുഭവിച്ചതിനേക്കാളും എത്രയോ കൂടുതലായിരുന്നു എന്നാണ് ബംഗാസന പറയുന്നത്. അതിനാൽ സ്ത്രീയായിരിക്കെ ഞാൻ ജന്മം നൽകിയ, ഞാൻ പ്രസവിച്ച പുത്രന്മാരെ ജീവനോടെ നൽകിയാലും എന്ന് ബംഗസ്വന ദേവേന്ദ്രനോട് അപേക്ഷിച്ചു. ആ അപേക്ഷയനുസരിച്ച് അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം താൻ പ്രസവിച്ച പുത്രന്മാരെ ദേവേന്ദ്രൻ ജീവിപ്പിച്ചു എന്നാണ് കഥ. ഒരു വരം കൂടി എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊള്ളൂ എന്ന് വീണ്ടും ദേവേന്ദ്രൻ ആ സ്ത്രീയോട് പറഞ്ഞു. എന്തു വരമാണ് താങ്കൾക്ക് എന്നിൽ നിന്ന് സ്വീകരിക്കുക? എന്തു വരമാണ് ഞാൻ താങ്കൾക്ക് തരേണ്ടത് എന്ന് ചോദിച്ചപ്പം, പുരുഷത്വം അത സ്ത്രീത്വം മത്തോയത് അഭികാംക്ഷസി. ഞാൻ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പഴയ രീതിയിലേക്ക് നിങ്ങളെ മാറ്റാൻ തയ്യാറാണ്, പുരുഷനാക്കാൻ തയ്യാറാണ്. താങ്കൾക്ക് പഴയതുപോലെ പുരുഷ രൂപത്തിൽ ജീവിക്കാനാണോ ആഗ്രഹം, അതോ ഇപ്പോഴത്തെ ഈ സ്ത്രീ രൂപത്തിൽ തന്നെ തുടരാനാണോ ഇഷ്ടപ്പെടുന്നത്? താങ്കൾക്ക് രാജ്യാവായി പുരുഷന്റെ എല്ലാ അധികാരത്തോടും കൂടി പുരുഷനായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് ബംഗാസനൻ എന്ന് പറയുന്ന രാജാവായിട്ട് ഇരിക്കാനാണോ ഇഷ്ടം? അതല്ല ഇപ്പോൾ ഇരിക്കുന്ന ഈ താപസന്റെ പത്നിയായിട്ട് ഇവിടെ സ്ത്രീയായിട്ട് ഇരിക്കാനാണ്, ജീവിക്കാനാണ് ഇഷ്ടം? എന്താണ് താങ്കളുടെ ആഗ്രഹം? എന്നാൽ അതനുസരിച്ച് രൂപപരിണാമം വരുത്താൻ ഞാൻ ഒരുക്കമാണെന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. സ്ത്രീത്വമേവം വൃണേ ശക്ര പ്രസന്നേ ത്വയി വാസവ. അല്ലയോ വാസവ, ഞാൻ ഈ സ്ത്രീത്വത്തിൽ തന്നെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ പ്രസന്നയാണ്, എന്നെ പുരുഷനാക്കരുതേ എന്നാണ് ഈ സ്ത്രീയായ ബംഗാസന ദേവേന്ദ്രനോട് അപേക്ഷിക്കുന്നത്. ശാപം മൂലമാണെങ്കിലും തനിക്ക് കിട്ടിയ സ്ത്രീത്വം അത് മാറ്റി പുരുഷത്വത്തിലേക്ക് തിരിച്ചു പോവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. ഇത് കേട്ട് ദേവേന്ദ്രൻ വീണ്ടും അത്ഭുതമായി. കാരണം പൗരുഷത്തിന്റെ അധികാരവും കരുത്തും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനിടയുള്ള ബഹുമാനവും സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനവും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അടക്കം എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ യാദൃച്ഛികമായി ലഭിച്ചിരിക്കുന്ന സ്ത്രീത്വം തുടരാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ദേവേന്ദ്രൻ വീണ്ടും ബംഗസനയോട് ചോദിക്കുന്നുണ്ട്. ഏവം മുക്ത പ്രത്യുവാച സ്ത്രീഭൂതോ രാജസത്തമ സ്ത്രീയാഹ പുരുഷ സംയോഗേ പ്രീതിർ അഭ്യധികാ സദാ തസ്മാത് കാരണാത് ചക്ര സ്ത്രീത്വമേവ വൃണോമ്യഹം രമേ ചൈവ അധികം സ്ത്രീത്വേ സത്യം വൈ ദേവസത്വമ സ്ത്രീഭാവേന ഹി തുഷ്ടോ അസ്മി ഗമ്യതം ത്രിദശാധിപ. അനുശാസന പർവ്വത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകം മുതൽക്ക് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംയോഗങ്ങളിൽ, അവിടെയാണ് ഈ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംയോഗങ്ങളിൽ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയാണ് കൂടുതൽ സന്തോഷിക്കുന്നതും പ്രീതി കൈവരിക്കുന്നതും എന്നാണ് ബംഗാസന ഇപ്പൊ മറുപടി പറയുന്നത്. ഇപ്പൊ ബംഗാസനയ്ക്ക് അത് പറയാനുള്ള അധികാരമുണ്ട്. കാരണം താൻ ഏറെക്കാലം പുരുഷനായിട്ട് ജീവിച്ചു, വിവാഹം കഴിച്ചു, സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം സ്ത്രീയായിട്ട് ജീവിച്ചു, വിവാഹം കഴിച്ചു, പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിലേതാണ് കൂടുതൽ സന്തോഷം തരുന്നത് എന്ന് പറയാൻ ബംഗാസനയ്ക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുഭവം ഉണ്ടെന്നർത്ഥം. അതിനാൽ ഞാൻ സ്ത്രീത്വം ഭരിക്കുന്നു, സ്ത്രീയായി ജീവിക്കുമ്പോൾ ഞാൻ കൂടുതൽ നന്നായി രമിക്കുന്നു, സന്തോഷിക്കുന്നു, എന്റെ സ്ത്രീഭാവത്തിൽ തന്നെ ഞാൻ പരിപൂർണ സന്തുഷ്ടയാണ് എന്നായിരുന്നു ബംഗസ്വനയുടെ മറുപടി. ആ മറുപടി അനുസരിച്ച് ബംഗസ്വന ആവശ്യപ്പെട്ടതുപോലെ അവളെ സ്ത്രീയായി തന്നെ തുടർന്ന് ജീവിക്കാൻ ദേവേന്ദ്രൻ അനുവദിക്കുകയാണ്. എന്നിട്ട് ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് ഭീഷ്മർ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന കഥ. ഇവിടെ നമ്മൾ ഈ കഥയുടെ ഘടന നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞാണ്, എന്നാൽ പോലും ഒരിക്കൽ പറയണം. ഇപ്പൊ യുധിഷ്ഠിരനൊരു ചോദ്യം ചോദിക്കുന്നു ഭീഷ്മരോട്. യുധിഷ്ഠിരന്റെ എന്ന കഥാപാത്രം ഭീഷ്മർ എന്ന കഥാപാത്രത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ആ കാലത്ത് ആളുകളുടെ സമൂഹത്തിന്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് കഥയിലൂടെ വരുന്നത്. അതിന് മറുപടി പറയുന്ന സമയത്ത് ബംഗസന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ബംഗസനൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ സ്ത്രീയായി മാറിയ ഒരു കഥ പറയാം.
എന്ന് വെച്ചാൽ പണ്ട് ബംഗസ്സനൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു എന്നും അയാൾ സ്ത്രീയായി മാറിയെന്നും ഈ രണ്ട് ജീവിതവും അയാൾ ജീവിച്ചു എന്നും അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ആൾക്ക് ആ മറുപടിയിലെത്താനുള്ള അനുഭവം വേണം, അനുഭവ സാക്ഷ്യം വേണം എന്ന ഒരു ബോധ്യം കൊണ്ടാണ് ഈ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. ഭീഷ്മർക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി അല്ല ഇത്. കാരണം ഭീഷ്മർ ബ്രഹ്മചാരിയാണ്. ഭീഷ്മർക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വേറെ ആരും പറഞ്ഞേ തീരുള്ളൂ. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല. സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ജീവിച്ച് സന്താനോൽപാദനം നടത്തി അതിന് ആ അനുഭവമുള്ള ഒരു കഥാപാത്രത്തെ ഈ മറുപടി പറയാൻ വേണ്ടി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു കഥയാണ് ഭംഗസ്സനയുടെ കഥ എന്ന് പറയാം. കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികാവസ്ഥകളെ വിശകലനം ചെയ്യുന്ന കഥ കൂടിയാണിത്. പുരുഷനാണോ സ്ത്രീയാണോ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സ്ത്രീക്കോ പുരുഷനോ സാധിക്കുകയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പാതികാലം പുരുഷനും പിന്നീട് പകുതികാലം സ്ത്രീയുമായി ജീവിക്കുകയും രണ്ടവസ്ഥയിലും സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്ത ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു എന്നതിനാലാണ് ഈ കഥ വ്യതിരിക്തമാവുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇത്തരമൊരു കഥയുണ്ടായത്? പുരുഷന്റെ ജീവിതത്തെക്കാൾ ഒട്ടും മോശമോ അസംതൃപ്തമോ അധപ്പതിച്ചതോ അല്ല സ്ത്രീയുടെ ജീവിതം. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അഭികാമ്യമായിരിക്കുന്നത് സ്ത്രീയുടെ ജന്മമാണ് എന്ന് തെളിയിക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പുത്രന്മാർ ആരുടെയാണ്, അഥവാ അമ്മയോ അച്ഛനോ ആരാണ് സന്താനങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടി കൂടുതൽ ത്യാഗം സഹിക്കുന്നതും എന്നൊരു തിരിച്ചറിവ് കൂടി ഈ കഥ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പുതിയ കാലത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ത്രീയുടെ ജീവിതമോ പുരുഷന്റെ ജീവിതമോ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചാൽ അവരെങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുക എന്ന് ആലോചിക്കുന്നതും കൗതുകകരമാണ്. സ്ത്രീയുടെ ജീവിതം ശ്രേഷ്ഠമാണ് എന്നും അത് അതിൽ തന്നെ പൂർണ്ണമാണ് എന്നും അഭിലഷണീയമാണ് എന്നും പ്രഖ്യാപിക്കുന്ന ഒരു കഥ കൂടിയാണ് ഭംഗസ്സനയുടെ കഥ എന്ന് പറയാം. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ, അയാൾ സ്ത്രീയായി മാറിയിരുന്നോ എന്നതൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. മഹാഭാരതത്തിൽ ഇങ്ങനെയൊരു കഥ ഉൾപ്പെടുന്നതും ആ ലക്ഷ്യത്തോടെ അല്ല. യുധിഷ്ഠിരൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഭീഷ്മർ. മണ്ണിൽ ഒരു കാല് കുഴിച്ചിട്ടാൽ അത് ഇളകിപ്പോകാതെ ഉറപ്പിച്ചു നിർത്താൻ ചുറ്റും കല്ലിട്ടിട്ടോ സിമെന്റ് ഇട്ടോ ഒക്കെ ഉറപ്പിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു പ്രക്രിയയാണ് ഇത്തരം കഥകളിൽ സംഭവിക്കുന്നത്. ഒരാശയത്തെ ഉറപ്പിക്കുന്നതിനുള്ള ശക്തമായ ഉദാഹരണം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഈ കഥകളിൽ സംഭവിക്കുന്നത് എന്നർത്ഥം. ഈ ലോകത്തും പരലോകത്തിലുമുള്ള ജീവിതം ഹിതകരമായിരിക്കാൻ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അയാളുടെ ശീലവും പെരുമാറ്റവും എന്നായിരുന്നു പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത്. ശരീരം കൊണ്ടുള്ള 3 തരം കർമ്മങ്ങളും വാക്കുകൊണ്ടുള്ള 4 തരം കർമ്മങ്ങളും മനസ്സുകൊണ്ടുള്ള 3 തരം കർമ്മങ്ങളും ഒഴിവാക്കിയാൽ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ജീവിതം ഹിതകരമാകും എന്നാണ് ഭീഷ്മര് ഉപദേശിക്കുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, 10 തരത്തിലുള്ള കാര്യങ്ങൾ, ഒഴിവാക്കേണ്ടതായ കർമ്മങ്ങളെന്നും വിശദീകരിക്കുന്നുണ്ട് അനുശാസന പർവ്വത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ. പ്രാണാദിപാദം സ്ഥൈന്യം ച പരദാനമധാപിജ ത്രിണി പാപാനി കായേന സർവധ പരിവർജയേത്. പ്രാണാദിപാദം അഥവാ പ്രാണികളെ ഹിംസിക്കൽ, കൊല്ലല്. സ്ഥൈന്യം അഥവാ കട്ടെടുക്കൽ, ചോരന്റെ കർമ്മം. മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കൽ അഥവാ പരദാനം, മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കൽ. ഇവയാണ് കായം അഥവാ ശരീരം കൊണ്ട് നടത്തുന്ന 3 തിന്മകളായിട്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ 3 തിന്മകളും ഒഴിവാക്കണമെന്നാണ് ഭീഷ്മ രാജാവിന് ഉപദേശിക്കുന്നത്. ഇവിടെ പ്രാണാദിപാദം അഥവാ ഹിംസ എന്നതുകൊണ്ട് മനുഷ്യരെ വധിക്കുന്നത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു പ്രാണിയെയും വധിക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ജൈനമതത്തിലും ബുദ്ധമതത്തിലും ഒക്കെ കാണുന്ന അഹിംസാ സിദ്ധാന്തവുമായിട്ടാണ് ഈ വാക്കിന് ബന്ധം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അത്രയും ആ ഒരു അർത്ഥത്തിൽ തന്നെ ആയിക്കോണമെന്നില്ല മഹാഭാരതത്തിൽ ഈ കഥ കൊണ്ടുവരുന്നത്. പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ വൈദിക മതം ഏതെങ്കിലും കാലത്തിലോ സമൂഹത്തിലോ ഇത്തരത്തിൽ പ്രാണിഹത്യയെ പൂർണ്ണമായും നിരാകരിച്ചിരുന്നു എന്ന് പറയാൻ കഴിയില്ല. യജ്ഞാവശ്യങ്ങൾക്കായി മൃഗബലി നടത്തുന്നത് പിൽക്കാലത്ത് അവസാനിപ്പിച്ചുവെങ്കിലും ആഹാര ആവശ്യത്തിനായി മൃഗങ്ങളെ കൊല്ലുന്നതിനും യുദ്ധത്തിൽ മനുഷ്യർ പരസ്പരം കൊല്ലുന്നതിനും ഒന്നും വൈദിക മതവും ചാതുർവർണ്ണ വ്യവസ്ഥയും ഒരിക്കലും വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഹലോകത്തിലെയും പരലോകത്തിലെയും ജീവിതം ഹിതകരമാകുന്നതിന് 10 തരം കർമ്മങ്ങൾ ഒഴിവാക്കാനാണല്ലോ ഭീഷ്മർ നിർദ്ദേശിക്കുന്നത്.
ബൈബിളിലെ 10 കൽപ്പനകളെയും ഇവിടെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നീ 5 കാര്യങ്ങൾ ബൈബിളിലും മഹാഭാരതത്തിലും സമാനമാണ്. ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, കർത്താവിന്റെ തിരുനാമം വൃഥാവ് പ്രയോഗിക്കരുത്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകളും 6ാമത്തെ കൽപ്പനയും ബൈബിളിലുള്ളതാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്യുന്ന തിന്മകൾ എന്നിങ്ങനെയുള്ള വേർതിരിവ് ബൈബിളിലില്ല. പരദാരത്തെ മോഹിക്കരുത് എന്നല്ലാതെ വ്യഭിചാരം ചെയ്യരുത് എന്നൊരു നിബന്ധന മഹാഭാരതത്തിലും ഇല്ല. പരദാരത്തെ മോഹിക്കാതിരുന്നാൽ മതി, മറ്റു സ്ത്രീകളോടാവാം എന്നർത്ഥം. പക്ഷെ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൃത്യമായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പരദാരത്തെ മോഹിക്കൽ പുരുഷന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ. കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്തുക എന്നതിലാണ് ഊന്നൽ. വ്യഭിചരിക്കുക എന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമായ കർമ്മമാണ്. അത് പാടില്ല എന്ന് മഹാഭാരതം വിലക്കുന്നില്ല. പക്ഷെ ബൈബിൾ അതിനെ വിലക്കിയിരിക്കുന്നു. അന്യന്റെ ഭാര്യയല്ലാത്ത മറ്റു സ്ത്രീകളെ മോഹിക്കുന്നതിലോ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലോ മഹാഭാരതം തെറ്റു കാണുന്നില്ല എന്നർത്ഥം. അതുപോലെ അന്യന്റെ ഭാര്യയെ മോഹിക്കുക എന്നത് പുരുഷൻ ചെയ്യുന്ന തെറ്റാണ്, അതിനു വിധേയയാകുന്ന സ്ത്രീ കുറ്റക്കാരിയാണ് എന്ന് പറയുന്നില്ല. അതേപോലെ ബൈബിളിൽ യു ഷാൽ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് പൊതുവിൽ പറയുമ്പോഴും തുടർന്ന് നൽകുന്ന ഉദാഹരണങ്ങളിലൊക്കെ മനുഷ്യർ പരസ്പരം കൊല്ലരുത് എന്ന അർത്ഥത്തിനാണ് ഊന്നൽ ലഭിക്കുന്നത്. ജൈനമതവും ബുദ്ധമതവും നിഷ്കർഷിക്കുന്നത് പോലെ ഒരു പ്രാണിയെയും കൊല്ലരുത് എന്ന വിശാലമായ അർത്ഥത്തിലുള്ള അഹിംസ ബൈബിളിൽ വരുന്നില്ല. ബൈബിളിൽ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ വിശ്വാസത്തെ ഒരൊറ്റ ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മഹാഭാരതത്തിലോ ഇന്ത്യയിലുണ്ടായ മറ്റേതെങ്കിലും പുരാവൃത്തങ്ങളിലോ ഇങ്ങനെ ഒരേ ഒരു വിശ്വാസം മാത്രം ശരിയെന്ന് വിധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാഖ്യവും യോഗവും അടക്കമുള്ള വിവിധ ധാരകളെ ഒരേ സമയം പ്രകീർത്തിക്കുന്ന ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിശ്വാസങ്ങളുടെ എല്ലാ വൈവിധ്യങ്ങളെയും മഹാഭാരതമോ ഇന്ത്യയിലുണ്ടായ മറ്റേതെങ്കിലും പുരാവൃത്തങ്ങളോ ഒരേ നിലയിൽ സ്വീകരിച്ചിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയും ബ്രാഹ്മണരുടെ അപ്രമാദിത്വവും അംഗീകരിക്കുന്ന ദർശനങ്ങളെ മാത്രമേ മഹാഭാരതം സ്വീകരിക്കുന്നുള്ളൂ. മറ്റുള്ളവയെ ദർശനങ്ങളെ ആയി പോലും അംഗീകരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. രാക്ഷസന്മാരെന്നും പിശാചന്മാരെന്നും അസുരന്മാരെന്നും ദസ്യുക്കൾ അഥവാ കൊള്ളക്കാരെന്നും ഒക്കെ വകഞ്ഞു മാറ്റുന്നവരെ സാധാരണ മനുഷ്യരായിട്ട് പോലും സ്വീകരിക്കുന്നില്ല പലപ്പോഴും. അതിനാൽ അത്തരം മനുഷ്യരുടെ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും മഹാഭാരതം പരിഗണിക്കുന്നേയില്ല എന്നർത്ഥം. ദിശയും അഷ്ടാവക്രനും തമ്മിലുള്ള സംവാദത്തിനിടയിലാണ് മഹാഭാരതത്തിൽ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വിവാദമായ ശ്ലോകം ഉൾച്ചേർത്തിരിക്കുന്നത്. അത് മനുസ്മൃതിയിലൊക്കെ ഉള്ള ശ്ലോകമാണ്. അതാണ് എല്ലാ കാര്യവും മഹാഭാരതത്തിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കും. സാധാരണക്കാരോട് അത്രയേറെ അടുത്തു നിൽക്കുന്ന കഥകളായതുകൊണ്ട് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയായിരിക്കും. ഏതൊക്കെ കൃതിയിലുണ്ടെങ്കിൽ പലപ്പോഴും ഈ കഥ പറയുന്ന സമയത്ത് പലരും ഈ യൂട്യൂബിലുള്ള കമന്റ് ബോക്സിൽ ഒന്ന് പറയാറുണ്ട്, ഇതൊക്കെ ഉപനിഷത്തിലുള്ളതല്ലേ, ഉപനിഷത്ത് വായിച്ചിട്ടില്ലേ, ഇത് മനുസ്മൃതിയിലുള്ളതല്ലേ, മനുസ്മൃതി വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മനുസ്മൃതിയിലും ഉപനിഷത്തിലും വേദങ്ങളിലൊക്കെ പലതും ഉണ്ടാവും. പക്ഷെ അതൊന്നും മഹാഭാരതത്തിലെ കഥകളെ പോലെ സാധാരണക്കാരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മഹാഭാരതത്തിലേക്ക് കഥകളായിട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മഹാഭാരതത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലുള്ളത് മറ്റു പലയിടത്തും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണില്ല എന്ന് മഹാഭാരതം വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പറയുന്നതിന്റെ കാരണവും അതാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റു സ്ഥലത്ത് കാണുന്നത് തന്നെയാണെങ്കിൽ പോലും ഇവിടെ കാണേണ്ട കാര്യം. സ്വതന്ത്രാത്വം കഥം ഭദ്രേ ബ്രൂഹി കാരണം അത്ര വൈ നാസ്തി ലോകേ ഹി കാചിത് സ്ത്രീയാ വൈ സ്വാതന്ത്ര്യമർഹതി പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രാശ്ച സ്തവരീഭാവേന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അനുശാസന പർവ്വത്തിൽ 21-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ ഈ കാര്യം കൂടിച്ചേർത്തിരിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ തന്റെ നിലപാട് അഷ്ടാവക്രൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലയോ ഭദ്രേ, താങ്കൾ സ്വതന്ത്രയാണ് എന്ന് എങ്ങനെയാണ് പറയുക? അതിന്റെ കാരണം എന്താണ്? 3 ലോകങ്ങളിലും ഒരൊറ്റ സ്ത്രീ പോലും സ്വതന്ത്രയായിട്ടില്ല, അഥവാ
അവർക്ക് സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതാവ് കൗമാരത്തിലും ഭർത്താവ് യൗവനത്തിലും അവരെ രക്ഷിക്കുന്നു, അവർക്ക് വാർദ്ധക്യമാകുമ്പോൾ പുത്രന്മാരും അവരെ സംരക്ഷിക്കുന്നു, അതുകൊണ്ടാണ് സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്ന് അഷ്ടാവക്രം സ്ഥാപിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പ്രധാന അർത്ഥം. സ്വതന്ത്രാത്വം കഥം ഭദ്രേ ബ്രൂഹി കാരണമത്രവൈ നാസ്തി ലോകേഹി കാചിത് സ്ത്രീയാവൈ സ്വാതന്ത്ര്യം അർഹതി. ലോകത്തിൽ ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ബാക്കി കാര്യം പറയുന്ന അർത്ഥം. പതിയും പത്നിയും തമ്മിൽ അനുവർത്തിക്കേണ്ടതായ സഹധർമ്മം എങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ചുള്ള സംശയം ഉന്നയിച്ചുകൊണ്ടാണ് അഷ്ടാവക്രനും ദിശയും തമ്മിലുള്ള സംവാദത്തിന്റെ കഥ ആരംഭിക്കുന്നത്. യാഗങ്ങളും യജ്ഞങ്ങളും അടക്കമുള്ള ധാർമ്മിക ജീവിതം ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് കൊണ്ടാണോ, അതല്ല ഗാർഹസ്ഥ്യ ജീവിതത്തിലെ മൈഥുനവും സഹജീവിതവും ഒരുമിച്ച് ആസ്വദിക്കുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് പത്നി പതിയുടെ സഹധർമ്മിണിയാകുന്നത് എന്ന ചോദ്യമായിരുന്നു കഥയുടെ ബീജം. ഇപ്പൊ രണ്ടു തരത്തിലുള്ള ജീവിതമുണ്ട് ഈ പതി പത്നിമാർ തമ്മിൽ. അവർക്ക് ലൈംഗിക ബന്ധമുണ്ട്, സന്താനോൽപാദനമുണ്ട്, കുടുംബജീവിതമുണ്ട്. അതോടൊപ്പം തന്നെ യാഗങ്ങളും യജ്ഞങ്ങളും അടക്കമുള്ള ധാർമ്മിക ജീവിതമുണ്ട്. അപ്പോൾ സഹധർമ്മിണി എന്ന് പറയുമ്പം ധാർമ്മിക ജീവിതത്തെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? യാഗങ്ങളും യജ്ഞവും നടത്താത്ത ആളുകൾക്ക് പത്നി സഹധർമ്മിണിയാകുന്നില്ലേ? എന്താണ് ഈ സഹധർമ്മിത്വം എന്നതിനെ കുറിച്ചാണ് അവിടെ ചർച്ച വരുന്നത്. അതിന് മറുപടിയായിട്ടാണ്, അല്ലെങ്കിൽ അത് വിശദീകരിക്കുമ്പോഴാണ് ഈ അഷ്ടാവക്രനും ദിശയും തമ്മിലുള്ള കഥ പറയുന്നത്. ഈ സമസ്യയ്ക്ക് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് അഷ്ടാവക്രന്റെയും ദിശയുടെയും കഥ പറയുന്നത്. ഭദ്രേ നിവേഷ്ടു കാമം മാം വിദ്യസ്തേന്ന വൈശവേ വിഷയേഷ്വ അനവിജ്ഞേ അഹം ധർമാർത്ഥം കില സന്തതി എന്നാണ് അഷ്ടാവക്രൻ ഈ സുന്ദരിയായ സ്ത്രീയോട് മറുപടി പറയുന്നത്. ഒരു സമസ്യയാണ്, അങ്ങനെ പറയുന്ന ഒരു സമസ്യയുടെ ഉത്തരം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. ധർമാർത്ഥം സന്തതികൾക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഋഷി വിവാഹിതനാവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്ന അർത്ഥം. ഭദ്രേ നിവേഷ്ടു കാമം മാം വിദ്ധി സ്ത്യേന വൈശവേ വിഷയേഷു അനഭിജ്ഞോ, ഞാൻ വിഷയത്തിൽ അനഭിജ്ഞനാണ്. പിന്നെയോ ധർമാർത്ഥം കില സന്തതി, സന്തതികൾക്ക് ജന്മം നൽകുന്നത് ധർമാർത്ഥമാണ്, എൻ്റെ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അങ്ങനെ മാത്രമേ എനിക്ക് സ്ത്രീ സംയോഗത്തിന്റെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളൂ എന്നാണ് പറയുന്നത്. ധർമാർത്ഥം സന്തതികൾക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഋഷി വിവാഹിതനാവാൻ ആഗ്രഹിക്കുന്നത്. പിതൃക്കൾക്കായി ചെയ്യേണ്ട ബലികർമ്മങ്ങൾ അടക്കമുള്ള ധാർമ്മിക വൃത്തികൾ മുടക്കം കൂടാതെ നടക്കണമെങ്കിൽ കുലത്തിൽ സന്തതികൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ സന്തതികളില്ലാതെ കുലം മുടിഞ്ഞു പോകുമ്പോൾ പിതൃക്കൾ സ്വർഗത്തിൽ നിന്ന് താഴെ പതിക്കുന്നു എന്നതാണ് സങ്കല്പം. അങ്ങനെ വരുമ്പോൾ കാമം, മൈഥുനം എന്നൊക്കെയുള്ളത് സന്താനോൽപാദനത്തെ സാധ്യമാക്കുന്നതിനുള്ള കർമ്മം മാത്രമാണ് എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇങ്ങനെയാണ് സ്ത്രീ പുരുഷന്റെ സഹധർമ്മിണിയാകുന്നത് എന്നാണ് ഈ കഥ സമർത്ഥിക്കുന്നത്. അല്ലാതെ യജ്ഞങ്ങളും യാഗങ്ങളും ഒരുമിച്ച് നടത്തിയത് കൊണ്ടല്ല. യജ്ഞങ്ങളും യാഗങ്ങളും അടക്കമുള്ള കർമ്മങ്ങളിൽ പുരുഷനോടൊപ്പം സഹകരിക്കുന്നതിന്റെ പേരിലോ ഗാർഹസ്ഥ്യ ജീവിതം ഒരുമിച്ച് ആസ്വദിക്കുന്നു എന്നതിന്റെ പേരിലോ അല്ല സഹധർമ്മിണി എന്ന വിശേഷണത്തിന് സ്ത്രീ അവകാശിയാകുന്നത് എന്നർത്ഥം. പരപുരുഷനിൽ നിന്ന് സ്ത്രീ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് ലൈംഗിക സുഖമാണ്. വരുണനോ അനിലനോ അടക്കമുള്ള ഏതു ദേവന്മാരെക്കാളും സ്ത്രീകൾക്ക് ഇഷ്ടം കാമദേവനെയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ദിശ എന്ന വൃദ്ധസുന്ദരി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്ന് അനുഷ്ഠിക്കേണ്ട സഹധർമ്മം ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ മൈഥുനം തന്നെ എന്നാണ്. ഈ വാദത്തെ ലംഘിച്ചുകൊണ്ടാണ് ധർമാർത്ഥം കില സന്തതി എന്ന് അഷ്ടാവക്രൻ ഇവിടെ സ്ഥാപിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തില് അനുവർത്തിച്ചിരുന്ന ഒരു ബ്രഹ്മചര്യം ഈ തരത്തിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തെ സന്താനോൽപാദനത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ആ ബ്രഹ്മചര്യത്തിന്റെ രീതി. അല്ലാതെ അവർ വിവാഹം കഴിക്കാതിരിക്കോ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കോ സന്താനോൽപാദനം നടത്താതിരിക്കോ ഒന്നുമല്ല. ചികിത്സക ദേവലക വൃഥ നിയമധാരിണ സോമവിക്രയണശ്ചൈവ ശ്രാദ്ധേന അർഹന്തികേ ജനം ഗായന നർത്തകാശ്ചൈവ പ്ലാവക വാദകാസ്തത കഥക യോധകാശ്ചൈവ രാജൻ അർഹന്തികേതനം. അനുശോസന പർവ്വത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. ചികിത്സകന്മാരായി തൊഴിലെടുക്കുന്ന ബ്രാഹ്മണരെയും ദേവലകന്മാർ അഥവാ സമ്പന്നരുടെ ദേവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടവരെയും അങ്ങനെ കൃത്യമായി വരുമാനം ലഭിക്കുന്നവരായ ബ്രാഹ്മണരെയും മിഥ്യാഭിമാനത്തിന്റെ പേരിൽ വ്രതനിഷ്ഠരായിട്ടുള്ളവരെയും സോമരസത്തിന്റെ വിക്രയം അഥവാ വിൽപ്പന നടത്തുന്ന ബ്രാഹ്മണരെയും
ശ്രാദ്ധത്തിന് ക്ഷണിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അനുശാസന പർവ്വത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 15-16 ശ്ലോകങ്ങളിൽ. അതുപോലെ ഗാനാലാപനത്തെ തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള ബ്രാഹ്മണരെയും നർത്തകരെയും ഉപകരണങ്ങൾ വായിക്കുന്നവരെയും പുണ്യഗ്രന്ഥങ്ങൾ വായിച്ച് പുരാണ കഥകൾ പറയുന്നവരെയും യോദ്ധാക്കളെയും കായിക കലകളിൽ ഏർപ്പെടുന്നവരെയും ശ്രാദ്ധകർമ്മങ്ങളിൽ ക്ഷണിക്കരുത് എന്നും പ്രത്യേകം വിധിക്കുന്നുണ്ട്. ബ്രാഹ്മണർ ചികിത്സകരായും നർത്തകരായും ഗാനം ആലപിക്കുന്നവരായും സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരായും പുരാണ കഥകൾ പറഞ്ഞു രസിപ്പിക്കുന്നവരായും ആയോധന കലകളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്നവരായും ഒക്കെ പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദേവലകന്മാർ അഥവാ സമ്പന്നരുടെ ദേവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നവർ എന്നൊരു പരാമർശം ഇവിടെ നടത്തുന്നുണ്ട്. ആദ്യമായിട്ട് ബ്രാഹ്മണർ ഒരു പുതിയ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ തെളിവാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ദേവാലയം, സമ്പന്നർക്ക് സ്ഥിരമായിട്ടുള്ള ദേവാലയം എന്നൊരു പരാമർശം മഹാഭാരതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ യജ്ഞങ്ങൾക്കുള്ള വേദി എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, യാഗങ്ങൾക്കുള്ള വേദി താൽക്കാലികമാണ്, യജ്ഞം കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റും. ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ദേവാലയം എന്നൊരു പരാമർശം വരുന്നു. വളരെ വൈകിയ ഒരു കാലത്ത്, ഒരു പക്ഷേ ഗുപ്തകാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കാം ഈ ശ്ലോകം ഉണ്ടായിരിക്കുക. അപ്പോഴേക്കും സ്ഥിരമായിട്ടുള്ള ദേവാലയങ്ങളും അവിടെ സ്ഥിരമായിട്ടുള്ള പൂജാരികളും വരുമാനം കിട്ടുന്ന തൊഴിലുമൊക്കെ ബ്രാഹ്മണർക്ക് ആരംഭിച്ചു തുടങ്ങിയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.